ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ്, ചുങ്കത് ജ്വല്ലറി. ജില്ലയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളായ രണ്ടുപേരെ ഡിസിസി നേതൃത്വം സസ്പെൻഡ് ചെയ്തു. കിരൺ സീല സർ, പ്രൊഫസർ അന്നം ജോൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 30ഓളം വിമതർക്കെതിരെ നടപടിയുണ്ടായേക്കും. ആർഎസ്എസുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ അടവ് നയം പയറ്റാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. SNDP BJP സഖ്യത്തിന് പുറകിൽ വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക താൽപര്യവും സ്ഥാനമോഹവുമാണെന്നും പിണറായി. ഉല്ലൂക്കര സ്വദേശി സജി കൊല്ലപ്പെട്ടത് തലക്കേറ്റ വെട്ടുകൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന മണ്ണുത്തി സ്വദേശി ദിലീപിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതകളെയും ഭീഷണികളെയും പ്രതിരോധിക്കാൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ KS ഭഗവാൻ. എഴുത്തുകാർ അവാർഡുകൾ വേണ്ടെന്ന് വെച്ചത് അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നും ഡോക്ടർ ഭഗവാൻ. പീഡനക്കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതിയെ കുന്നംകുളം പോലീസ് പിടികൂടി. അണ്ടത്തോട് സ്വദേശി ബാബുവാണ് അറസ്റ്റിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളായ രണ്ടുപേരെ ഡിസിസി നേതൃത്വം സസ്പെൻഡ് ചെയ്തു. ചേലക്കൂട്ടുകര ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കിരൺ സീല സർ, ഗാന്ധിനഗർ ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ അന്നം ജോൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡിസിസി പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടിയാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. ഇരുവരും കോർപ്പറേഷനിലെ കൌൺസിലർമാരായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമായി കോൺഗ്രസിന്റെ 30ഓളം വിമത സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്ക്. വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിന്റെ ഭാഗമായി ഡിസിസി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. KPCC നിർദ്ദേശത്തെ തുടർന്നാണ് ഡിസിസി നേതൃത്വം അച്ചടക്ക നടപടി ആരംഭിച്ചത്. ആർഎസ്എസുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ അടവ് നയം പയറ്റാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രഹസ്യ അജണ്ടയാണുള്ളതെന്നും പിണറായി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ നിലപാട് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. ആർഎസ്എസുമായി നേരത്തെ നടപ്പിലാക്കിയിരുന്ന വടകര ബേപ്പൂർ മോഡൽ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുകയാണ്. മോഡിയുടെ ഇഷ്ടക്കാരനായ വ്യവസായിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടുചേർന്നതുപോലും ചില അജണ്ടകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ്. വടകര ബേപ്പൂർ മോഡൽ എന്ന് പറയുന്നത് വടകരയിൽ നിന്ന് ലോക്സഭയിലേക്കും ബേപ്പൂരിൽ നിന്ന് നിയമസഭയിലേക്കും RSS നിർത്തുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളിലൊക്കെ UDFനെ RSS വിജയിപ്പിക്കുക. ഇതൊരു പാക്കേജായിരുന്നു. കോൺഗ്രസോ RSSO ആരാണ് മുൻകൈ എടുത്തതെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. കാരണം രണ്ടു കൂട്ടർക്കും ഇതിൽ നല്ല മനസ്സായിരുന്നു. ഈ കാര്യം ഇപ്പോ പ്രാവർത്തികമാക്കാൻ ഉമ്മൻചാണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചില പ്രത്യേക മോഹങ്ങൾ വെച്ചാണ്. RSSനെ ശാക്തീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് SNDP പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കില്ല. സംവരണാനുകൂല്യം ലഭിക്കുന്ന SNDPക്കാർ സംവരണം വേണ്ടെന്ന നിലപാടുള്ള RSSനെ പിന്തുണയ്ക്കുമെന്ന് കരുതാനാകില്ല. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ സംസ്കാരത്തെക്കുറിച്ചാണ്. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല. VS ഇക്കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയാകില്ല പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയതാകാനാണ് സാധ്യത. കേന്ദ്രത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് നിലപാടിനെതിരെ അവാർഡ് തിരികെ നൽകി എഴുത്തുകാർ പ്രതികരിച്ചപ്പോൾ P. വത്സല വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് ദൌർഭാഗ്യകരമാണ്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് P. വത്സല സ്വീകരിക്കരുതായിരുന്നു. തങ്ങളോട് ശത്രുതയുണ്ടായിരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാർ ഇടതു പാർട്ടികളോട് അടുത്തിരിക്കുകയാണ്. ആരാധനാലയങ്ങളെ വർഗീയതയുടെ താവളമാക്കാനുള്ള പുതിയ ശ്രമങ്ങൾ അപകടകരമാണ്. ദൈവവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. ദൈവവിശ്വാസികൾ പാർട്ടിയുടെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം വഹിക്കുന്നവർ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് നിലപാടുകളുണ്ട്. വർഗീയ പ്രസ്താവന നടത്തിയ മന്ത്രിമാരടക്കമുള്ളവരെ അമിത്ഷാ ശാസിച്ച സംഭവം നാടകമാത്രമാണെന്നും പിണറായി ആരോപിച്ചു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, പ്രൊഫസർ M. മുരളീധരൻ, പ്രസ് ക്ലബ് ഭാരവാഹികളായ KC അനിൽകുമാർ, സന്തോഷ് ജോൺ തൂവൽ, വിനീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
SNDP BJP സഖ്യത്തിന് പുറകിൽ വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക താൽപര്യവും സ്ഥാനമോഹവുമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS അജണ്ട നടപ്പിലാക്കാൻ SNDPയെ ഉപയോഗിക്കാനാണ് ശ്രമം നടക്കുന്നത്. വർഗീയതയോട് ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനാകില്ലെന്നും പിണറായി പറഞ്ഞു. KG ശിവാനന്ദൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, NR ബാലൻ, ET ടൈസൺ, അമ്പാടി വേണു തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നഗരത്തിൽ സെപ്റ്റി ടാങ്കിൽ ഉല്ലൂക്കര സ്വദേശി സജിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മൂർച്ചയേറിയ ആയുധം കൊണ്ട് തലയിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ VK രാജു പറഞ്ഞു. വെട്ടേറ്റ സജിയുടെ തലയോട്ടിയുടെ ഇടതുഭാഗത്തെ എല്ല് 12 സെന്റിമീറ്റർ തെറിച്ചുപോയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തലയോട്ടിയുടെ 5 സ്ഥലങ്ങളിലായി സാരമായ മുറിവുകളും ഉള്ളതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്ന പ്രതി മണ്ണുത്തി പട്ടാളക്കുന്ന് സ്വദേശി ചൂഴി വീട്ടിൽ ദിലീപിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ VK രാജു അറിയിച്ചു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുക മാത്രമാണ് മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതകളെയും ഭീഷണികളെയും പ്രതിരോധിക്കാനുള്ള മാർഗ്ഗമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ KS ഭഗവാൻ അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു വധഭീഷണി നേരിടുന്ന ഡോക്ടർ KS ഭഗവാൻ. ആദിശങ്കരനോ ക്രിസ്തുവോ അല്ല, ശ്രീരാമകൃഷ്ണ പരമഹംസനും ശ്രീബുദ്ധനുമാണ് ലോകത്തിന് മാതൃകയാക്കാവുന്ന യഥാർത്ഥ ചിന്തകരെന്ന് ഡോക്ടർ KS ഭഗവാൻ പറഞ്ഞു. ശങ്കരാചാര്യൻ ചാതുർവർണ്ണ വ്യവസ്ഥയെ തന്റെ കൃതികളിലൂടെ പ്രചരിപ്പിച്ച വ്യക്തിത്വമാണ്. ഋഗ്വേദത്തിലും ഇതിഹാസങ്ങളിൽ പോലും ഇത്തരം ജാതീയമായ വേർതിരിവുകളുണ്ട്. ബ്രാഹ്മണനു വേണ്ടി വേല ചെയ്യേണ്ടവനാണ് ശൂദ്രനെന്ന ദർശനങ്ങൾ ഇവ പ്രദാനം ചെയ്യുന്നുണ്ട്. അതേ ദർശനങ്ങൾ രാഷ്ട്രീയമായി വിനിയോഗിക്കുന്നതാണ് രാജ്യം നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ ഉപനിഷത്തുകളിൽ നിന്ന് പോലും ആശയം ഉൾക്കൊണ്ട് അംബേദ്കർ ചിട്ടപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ വ്യവസ്ഥയും രാജ്യത്തിന്റെ അഖണ്ഡതയും കാത്തുപോരുന്നതിൽ ഏറെ നിർണായകമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ എഴുത്തുകാർ അവാർഡുകൾ വേണ്ടെന്ന് വെച്ചത് അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നും KS ഭഗവാൻ പറഞ്ഞു. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് നാമെല്ലാവരും ഉത്തരവാദികളാണെന്നും അടിത്തട്ടിൽ നിന്ന് തന്നെ പ്രശ്നപരിഹാര ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും സാഹിത്യകാരൻ ആനന്ദ് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്രമങ്ങളോട് സന്ധി ചെയ്യുകയാണെന്നും എഴുത്തുകാർ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി മാറുകയാണെന്നും ചരിത്രകാരൻ MGS നാരായണൻ പറഞ്ഞു. മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇന്ത്യ വിടുമെന്ന അനന്തമൂർത്തിയുടെ പ്രസ്താവനയ്ക്ക് പ്രവചന സ്വഭാവമുണ്ടായിരുന്നതായി സാഹിത്യകാരി സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. കലാരംഗത്ത് പോലും വേർതിരിവുകൾ പ്രകടമാണെന്നും കലാകാരന്മാരുടെ മൌനം അപകടകരമാണെന്നും സംവിധായകൻ കമൽ പറഞ്ഞു. CR പരമേശ്വരൻ, K അജിത, U കലാധരൻ, ഡോക്ടർ V രാജകൃഷ്ണൻ, R2 രവിവർമ്മ, പ്രിയനന്ദനൻ, ഖദീജ മുംതാസ്, MN പിയേഴ്സൺ, പ്രകാശ് ബാരെ, C രാവുണ്ണി, കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ഡോക്ടർ KS ഭഗവാന് ഐക്യദാർഢ്യമർപ്പിച്ചു. K വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സജീവൻ അന്തിക്കാട് ആമുഖപ്രസംഗം നടത്തി. ടീസ്റ്റ സൈറ്റൽ വാദ്, പ്രൊഫസർ നരേന്ദ്ര നായിക, സോമറാവു എന്നീ പ്രമുഖ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക്. ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ ചൊവ്വാഴ്ച പൂജവെപ്പ്. ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പൂജവെപ്പ് ചടങ്ങുകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാരംഭത്തിന് ജില്ലയിലെ സുപ്രധാന ക്ഷേത്രമായ ചേർപ്പ് തിരുവള്ളക്കാവിലും പൂജവെപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളും കർഷകർ കാർഷികോപകരണങ്ങളും ക്ഷേത്രത്തിലെത്തിച്ച് പൂജ വയ്ക്കും. പ്രത്യേക പൂജാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പൂജവെപ്പ്. മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും പരിപാടികളും നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വിജയദശമി ദിവസമായ വെള്ളിയാഴ്ചയാണ് പൂജയെടുപ്പ്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. ആഘോഷ പരിപാടികളുടെ 6ാം ദിനമായ തിങ്കളാഴ്ച രാവിലെ ഭാഗവത സപ്താഹവും തുടർന്ന് വൈകിട്ട് ചെന്നൈ ഡോക്ടർ G ബേബി ശ്രീറാം അവതരിപ്പിച്ച സംഗീത കച്ചേരിയും അരങ്ങേറി. ചെന്നൈ R ശിവകുമാർ വയലിനിലും തൃശൂർ KMS മണി മൃദംഗത്തിലും ആലപ്പുഴ G മനോഹർ ഘടത്തിലും പക്കമേളമൊരുക്കി. ക്ഷേത്രം അഗ്രശാലയിൽ നടന്ന സംഗീത കച്ചേരി ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് ചെന്നൈ R ശിവകുമാറിന്റെ വയലിൻ കച്ചേരി അരങ്ങേറും. വൈകിട്ട് ക്ഷേത്രത്തിൽ പൂജവെപ്പ് ചടങ്ങുകളും ആരംഭിക്കും. പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യമെടുത്ത് ഒളിവിൽ പോയ 1ാം പ്രതിയെ കുന്നംകുളം SI ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തോട് പായമ്പുള്ളി വീട്ടിൽ ബാബുവാണ് അറസ്റ്റിലായത്. കേസിൽ മൊത്തം 4 പ്രതികളുണ്ട്. 2010ലാണ് കേസിനാസ്പദമായ സംഭവം.
മഴുവഞ്ചേരിയിൽ യുവാവ് സാസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്റ്റുഡിയോ നടത്തിയിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ ആളെ ആവശ്യമുണ്ടെന്ന് സ്റ്റുഡിയോയുടെ പേരിൽ പരസ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡിയോയിലെത്തിയ ആലപ്പുഴക്കാരിയായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണം വാങ്ങുകയും ചെയ്തുവെന്നാണ് കേസ്. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ മുങ്ങുകയായിരുന്നു. ഒന്നാം പ്രതി ബാബു പെരിയമ്പലത്തെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനേശൻ, നന്ദൻ, സതീഷ്, സമീഷ് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കുട്ടനെല്ലൂരിൽ വൈദ്യുതാഘാതമേറ്റ് വൃദ്ധൻ മരിച്ചു. ചിറ്റിലപ്പള്ളി വീട്ടിൽ 80 വയസ്സുള്ള ജോസാണ് മരിച്ചത്. വീട്ടിൽ ഇലക്ട്രിക് ജോലി നടക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതനിരപേക്ഷത ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സംരക്ഷിക്കാൻ കഴിയുന്നതെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കൊരട്ടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർഎസ്എസ് അജണ്ട നടപ്പിലാക്കലാണ് വിശാല ഹിന്ദു ഐക്യത്തിലൂടെ സംഭവിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കൽ ലക്ഷ്യമെന്ന് പറയുന്ന വെള്ളാപ്പള്ളിക്ക് ഇതിന്റെ കൂടെ എങ്ങനെയാണ് നിൽക്കാനാകുന്നതെന്ന് പിണറായി ചോദിച്ചു. വർഗീയ ധ്രുവീകരണത്തിനുള്ള തന്ത്രപരമായ നീക്കത്തെ ജനങ്ങൾ തടയുക തന്നെ വേണമെന്നും പിണറായി പറഞ്ഞു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി കെ പി ജോസഫ് പിണറായിയുടെ വേദിയിലെത്തിയത് ശ്രദ്ധേയമായി. ചാലക്കുടിയിലെ കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. തങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ കൈ അടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതാണ് കേരള കോൺഗ്രസിനെ ഇടതുപാളയത്തിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും വിലക്കയറ്റം രൂക്ഷമായെന്നും യുഡിഎഫ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുവെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കൊമ്പിടിഞ്ഞാമക്കലിൽ സംഘടിപ്പിച്ച എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലകളെ സർക്കാർ തകർത്തു. അഴിമതി സർവ്വസാധാരണമായി. ആർഎസ്എസിനെ ശക്തിപ്പെടുത്താനാണ് വെള്ളാപ്പള്ളി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. എം പി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ, എൻ ആർ ബാലൻ, പി കെ ഡേവിസ്, എം രാജേഷ്, കാതറിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2014 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് കഥകളി ആചാര്യൻ മാത്തൂർ ഗോവിന്ദൻകുട്ടി അർഹനായി. 35,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന ഫെലോഷിപ്പ് നവംബർ 9 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കലാരത്ന പുരസ്കാരത്തിന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും MKK നായർ പുരസ്കാരത്തിന് ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ രാധാകൃഷ്ണനും അർഹനായി. മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണിക്ക് സമ്മാനിക്കും. കഥകളി വേഷത്തിൽ കലാമണ്ഡലം രതീശൻ, കഥകളി സംഗീതത്തിൽ കോട്ടയ്ക്കൽ നാരായണൻ, ചെണ്ട വിഭാഗത്തിൽ ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർക്കാണ് അവാർഡ്. മദ്ദളത്തിന് കോട്ടയ്ക്കൽ രവിയും ചുട്ടിക്ക് കലാമണ്ഡലം ബാലനും, മൃദംഗത്തിന് ജി ചന്ദ്രശേഖരൻ നായരും അവാർഡിന് അർഹരായി. നൃത്തത്തിൽ കലാമണ്ഡലം പുഷ്പലത, കൃഷ്ണനാട്ടത്തിൽ ശങ്കുണ്ണിക്കുട്ടി നായർ, തുള്ളലിൽ കലാമണ്ഡലം മോഹനകൃഷ്ണൻ എന്നിവരെല്ലാമാണ് അവാർഡ് ജേതാക്കൾ. കലാഗ്രന്ഥത്തിനുള്ള അവാർഡിന് കലാമണ്ഡലം സത്യഭാമയും, ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരത്തിന് മാത്യു പോളും മരണാനന്തര ബഹുമതിക്ക് അർഹരായി. യുവപ്രതിഭ പുരസ്കാരം കലാമണ്ഡലം സംഗീത ചാക്യാർക്കും, പൈങ്കുളം രാമചേക്യർ പുരസ്കാരം കലാമണ്ഡലം ജിഷ്ണു പ്രതാപനും സമ്മാനിക്കും. ഡോക്ടർ VS ശർമ്മ എൻഡോമെന്റിന് മണലൂർ ഗോപിനാഥും, ഭാഗവതർ കുഞ്ഞുണ്ണി തമ്പുരാൻ എൻഡോമെന്റിന് കലാമണ്ഡലം ഭാഗ്യനാഥനും അർഹരായി. TCV ന്യൂസ്, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്ക് ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ചു. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി സർവീസ് കാര്യക്ഷമമാക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, എംപാനൽ ദിവസവേതനം 500 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മന്ത്രി വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ഡയസ് നോൺ ബാധകമാണെന്ന് KSRTC MD ആന്റണി ചാക്കോ അറിയിച്ചു. സമരത്തിൽ പങ്കെടുത്താൽ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എരുമപ്പെട്ടി പഴവൂരിൽ വയോധികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴവൂർ മണ്ണാക്കണ്ടത്തിൽ കൃഷ്ണൻ നായരുടെ ഭാര്യ 70 വയസ്സുള്ള രുക്മിണി അമ്മയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് ഇവരെ കാണാതായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വീടിന് സമീപമുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന UDF ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സംവിധാനത്തോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റിയതായും 25,000 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയതായും ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ പറഞ്ഞു. കുന്നംകുളം പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവാഗ്രാം പദ്ധതി വഴി ഇനി മുതൽ പഞ്ചായത്ത് മെമ്പർക്ക് ശമ്പളത്തോടുകൂടിയുള്ള സെക്രട്ടറിയെ നിയമിക്കാനും വാർഡ് തലത്തിൽ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അവസരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വർഗീയ ശക്തികളെ BJPക്ക് പോലും ശാസിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു ദുരന്ത സാഹചര്യത്തെ മറികടന്ന്
മറികടക്കാൻ മതേതര ശക്തികൾ ഒന്നായി ഐക്യമുന്നണിയിലേക്ക് എത്തുകയാണെന്നും ജോൺ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ബാബു, ജയ്സിംഗ് കൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ലോറി തടഞ്ഞ് ഗ്ലാസ് തകർത്ത കേസിൽ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. മതിലകം പള്ളിവളപ്പ് പാപ്പിനിവട്ടം സ്വദേശി മുത്തേലി വീട്ടിൽ ബൈജുവിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡ് പിടികൂടിയത്. കോള ഉൽപ്പന്നങ്ങൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന വിരോധത്തെ തുടർന്ന് കൂർക്കഞ്ചേരി സോമിൽ പരിസരത്ത് വെച്ച് ലോറി തടഞ്ഞ് മുന്നിലെ ഗ്ലാസ് തല്ലിത്തകർത്ത കേസിലാണ് അറസ്റ്റ്. 2003 തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു. തൃശൂർ ഈസ്റ്റ് അഡീഷണൽ SI അജയൻ, LP സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO സായ്, CPO വിനു കുര്യാക്കോസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇനി ജനവിധി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പൊരുതി ജയിക്കാൻ അമ്മയും മകനും സ്ഥാനാർത്ഥികളായി രംഗത്ത്. അതുകൊണ്ട് തന്നെ കുടുംബസമേതമാണ് ഇവരുടെ വോട്ടുപിടുത്തം. നടത്തറ പഞ്ചായത്തിലാണ് അമ്മയും മകനും തിരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങുന്നത്. എന്നാൽ ഇവർ എതിർ സ്ഥാനാർത്ഥികളല്ല, മറിച്ച് BJP സ്ഥാനാർത്ഥികളായി 2 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അമ്മ പൂച്ചട്ടി ഐനിക്കുന്നൻ ചന്ദ്രിക പ്രഭാകരൻ പോലൂക്കര 12ാം വാർഡിൽ മത്സരിക്കുമ്പോൾ മൂത്ത മകൻ IP പ്രതീഷ് 11ാം വാർഡായ വീമ്പിലാണ് ജനവിധി തേടുന്നത്. മാതാവ് ചന്ദ്രികയ്ക്ക് ഇത് തിരഞ്ഞെടുപ്പിൽ കന്നിയംഗം. പോയ വീടുകളിലൊക്കെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. അത് ഒരു മാറ്റത്തിനായിട്ട് എല്ലാവരും വിജയിപ്പിക്കാന്നുള്ള അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. വിജയിക്കുന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മകൻ പ്രതീഷിന് തിരഞ്ഞെടുപ്പിൽ ഇത് 2ാം ഊഴമാണ്. ആദ്യ തവണ ഏറ്റുവാങ്ങിയ പരാജയം വിജയത്തിന്റെ മുന്നോടിയായി കരുതി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണം. അമ്മ മാത്രമല്ല, 2 പേരും വിജയിക്കുന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. കാരണം 1ാം റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു മനസ്സ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. പ്രതീഷ് കഴിഞ്ഞ തവണ മത്സരിച്ച പോലൂക്കര വാർഡ് സ്ത്രീ സംവരണമായപ്പോഴാണ് അമ്മയ്ക്ക് സ്ഥാനാർത്ഥിയായി നറുക്കുവീഴുന്നത്. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാര്യത്തിനൊപ്പം വീട്ടുകാര്യം കൂടിയായതോടെ കുടുംബസമേതമാണിപ്പോൾ വോട്ടുപിടുത്തം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് കൊഴുക്കുന്നതിനൊപ്പം വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഓട്ടത്തിലാണ് ഇവരും. തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ എതിർ സ്ഥാനാർത്ഥികൾക്കൊപ്പം പടപൊരുതി വിജയം കൈപ്പിടിയിലൊതുക്കാൻ ഈ അമ്മയ്ക്കും മകനും ആകുമോയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. TCV ന്യൂസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ചിഹ്നങ്ങൾ, കൊടി, ഷാൾ, ബലൂൺ തുടങ്ങി വിവിധ തരത്തിലുള്ള വസ്തുക്കളാണ് വിപണിയിൽ നിറഞ്ഞിട്ടുള്ളത്. കൊടി, പോസ്റ്റർ, തൊപ്പി തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാർ ഏറെയെന്ന് വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് പ്രധാനമായും സ്റ്റോക്ക് എടുക്കുന്നത്. വിവിധ പാർട്ടികളുടെ കൊടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കടകളിൽ വിവിധ തരത്തിലുള്ള വസ്തുക്കളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. വിവിധ പാർട്ടികളുടെ പേര് അച്ചടിച്ച ടീഷർട്ടുകളും തൊപ്പികളുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ. ഇവയെ കൂടാതെ പാർട്ടി ചിഹ്നത്തിന്റെയും നേതാക്കളുടെയും ചിത്രമുള്ള കീചെയിനുകൾ, മാലകൾ എന്നിവയും തെരഞ്ഞെടുപ്പ് വിപണിയിൽ ഇടം തേടിയിട്ടുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഒരു സ്ഥാനാർത്ഥി. ഒപ്പം പ്രചാരണ രംഗത്ത് സജീവമായി ബധിരമൂക അന്ധരായ ഒരു കൂട്ടം സൌഹൃദങ്ങൾ. പോർക്കുളത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വ്യത്യസ്തമാവുകയാണ് ഈ വനിതാ സ്ഥാനാർത്ഥി. ശബ്ദമില്ലാത്തവരുടെ നേതൃത്വമേറ്റെടുത്ത് മത്സരരംഗത്ത് സജീവമായിരിക്കുകയാണ് പോർക്കുളം സ്വദേശിനി ഫൗമിയ മുസ്തഫ. മൂകബധിര അന്ധവികലാംഗ കൂട്ടായ്മയായ SKDPയുടെ പ്രതിനിധിയായി ഫൗമിയ പോർക്കുളം പഞ്ചായത്തിലെ 3ാം വാർഡ് പോർക്കുളം സെന്ററിൽ നിന്നാണ് ജനവിധി തേടുന്നത്. നാട്ടുകാരിൽ ശബ്ദമില്ലാത്തവരുടെ നിരന്തര ജീവിത പ്രശ്നങ്ങളിൽ ഇവരുടെ നാവായ ഫൗമിയയെ തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ SKDP തീരുമാനിക്കുകയായിരുന്നു. ഫൗമിയ മുസ്തഫയ്ക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ബധിരമൂകരായ സുഹൃത്തുക്കൾ സജീവമാണ്. സാധാരണക്കാർ അത്ര എളുപ്പമൊന്നും മനസ്സിലാക്കിയെടുക്കാനാകാത്ത ആംഗ്യഭാഷയിലാണ് ഇവരുടെ പ്രചാരണം കൊഴുക്കുന്നത്. ഏതു മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഒപ്പമുണ്ടാകുന്ന പ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ ഏറെയുള്ളവരുമായി ഇവർ നടത്തുന്ന പ്രചാരണം ഏറെ കൗതുകവുമാണ്. പഞ്ചായത്തിൽ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടായേക്കുമെന്ന വിശ്വാസമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതിനായി നടത്തുന്ന ഈ ശ്രമം സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വ്യത്യസ്തമായ കാഴ്ചയാവുകയാണ്. ഇംഗ്ലീഷ് ബിരുദധാരിയാണ് ഫൗമിയ മുസ്തഫ. TCV ന്യൂസ്, കുന്നംകുളം. ജനവിധിയിൽ കൂടുതൽ വാർത്തകൾ. ജനവിധിയിൽ ഇനി തദ്ദേശം.
ചാവക്കാട് നഗരസഭയിൽ പോരാട്ടം തീപാറുന്നു. ഇടതിന് 22 സീറ്റും UDFന് 10 സീറ്റുമാണ് നിലവിലുള്ളത്. 1980-ലാണ് ചാവക്കാട് നഗരസഭയായി നിലവിൽ വന്നത്. കെ ബീരു സാഹിബ് ചെയർമാനായാണ് ആദ്യ നഗരസഭ അധികാരത്തിൽ വന്നത്. ചാവക്കാട് നഗരസഭയ്ക്ക് 12.41 കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത്. 32 വാർഡുകളുള്ള നഗരസഭയിൽ 39,095 ജനസംഖ്യ. 10 വർഷമായി നഗരസഭ ഭരിക്കുന്നത് CPM നേതൃത്വത്തിലുള്ള LDF ആണ്. ഇടതിന് 22 സീറ്റും UDFന് 10 സീറ്റുമാണുള്ളത്. CPM 21, CPI 1, കോൺഗ്രസ് 9, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. നഗരസഭയിൽ കുഞ്ചേരി, പുന്ന നോർത്ത്, ഓവുങ്ങൽ, പാലയൂർ നോർത്ത്, പാലയൂർ ഈസ്റ്റ്, പാലയൂർ വെസ്റ്റ്, മിനി സിവിൽ സ്റ്റേഷൻ, മുല്ലത്തറ, പ്ലാങ്ങാട് ബീച്ച്, മടൈക്കടവ്, പുത്തൻകടപ്പുറം സൌത്ത്, പുതിയറ, തിരുവത്ര, ഗ്രാമക്കുളം എന്നീ വാർഡുകളിൽ വനിതാ സംവരണമാണ്. പുന്ന സൌത്ത്, ബേബി റോഡ് എന്നിവയിൽ പട്ടികജാതി സംവരണവും. ചാവക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ ഏറെയാണ്. കേരളത്തിൽ തന്നെ ടൗൺഹാളില്ലാത്ത ഏക നഗരസഭയാണ് ചാവക്കാട്. സ്റ്റേഡിയം പ്രഖ്യാപനത്തിൽ മാത്രമാണ്. മാലിന്യ സംസ്കരണത്തിന് പദ്ധതികൾ ഇല്ലെന്നുള്ളത് പോരായ്മയാണ്. ശുദ്ധജലക്ഷാമവും നഗരസഭയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. പുതിയറ, പുന്ന, കുഞ്ചേരി, തെക്കൻ പാലയൂർ, തെക്കച്ചേരി, മണത്തല തുടങ്ങിയ ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ചാവക്കാട് ബസ് സ്റ്റാൻഡ് ടെർമിനൽ സ്ഥാപിച്ചതും കേരളത്തിലെ ആദ്യത്തെ കഫേശ്രീ തുടങ്ങിയതും ഭരണ നേട്ടങ്ങളായി LDF പറയുന്നു. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയായ IUDS MT കേന്ദ്ര പദ്ധതിയിൽ 19 കോടി രൂപ നൽകി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ നഗരസഭ ശ്രമിച്ചതും ഭരണ നേട്ടത്തിൽ പറയുന്നു. അതേസമയം 10 വർഷമായി ചാവക്കാട് വികസന മുരടിപ്പാണ് ഇടതുപക്ഷ ഭരണം കൊണ്ട് ഉണ്ടായതെന്നാണ് UDFന്റെ അഭിപ്രായം. നഗരസഭയിലെ പരപ്പിൽ താഴത്ത് മാലിന്യ സംസ്കരണം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മാലിന്യം നിക്ഷേപിക്കുന്ന കുപ്പത്തൊട്ടിയായി ഇവിടെ മാറിയപ്പോൾ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. BJPയും ഇത്തവണ ശക്തി തെളിയിക്കാമെന്ന പ്രതീക്ഷയിലാണ്. നേരത്തെ തന്നെ ഇവർ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ചാവക്കാട് മാലിന്യ സംസ്കരണവും ശുദ്ധജലക്ഷാമം പരിഹരിക്കലുമാണ് പ്രധാന വിഷയങ്ങളായി ജനങ്ങൾ പറയുന്നത്. ചാവക്കാട് ടൗൺഹാളും സ്റ്റേഡിയവും നിർമ്മിക്കണം. ബീച്ച് ടൂറിസത്തിന് പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിക്കണം. മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വേണം. ഇതെല്ലാമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ AC ഹനീഫ കൊല്ലപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് LDF കരുതുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും അക്രമവും LDF ഉയർത്തുമ്പോൾ LDFന്റെ വികസന മുരടിപ്പും അഴിമതിയുമാണ് UDF ഉയർത്തിക്കാട്ടുന്നത്. പുതിയ സമവാക്യങ്ങളുടെ കരുത്തിൽ ശക്തി തെളിയിക്കുമെന്ന പ്രതീക്ഷയിൽ BJPയും സജീവമാകുമ്പോൾ പോരാട്ടത്തിന് ചൂടുപിടിക്കുകയാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലാണ് പാവറട്ടി ഗ്രാമപഞ്ചായത്ത്. തുടർച്ചയായി UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ 20,000-ൽ പരമാണ് ജനസംഖ്യ. പാവറട്ടി പഞ്ചായത്തിൽ ആകെയുള്ള 15 വാർഡുകളിൽ കഴിഞ്ഞ തവണ UDF 10 വാർഡുകളിലും LDF 2 വാർഡുകളിലും BJP 2 വാർഡുകളിലും വിജയിച്ചു. ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഈ അംഗം പിന്നീട് UDFനൊപ്പം നിന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 3 പ്രസിഡന്റുമാരും 3 വൈസ് പ്രസിഡന്റുമാരും ഭരണത്തിലെത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതും വീണ്ടും വൈസ് പ്രസിഡന്റാക്കിയതും മറ്റ് 2 അംഗങ്ങൾ വിപ്പ് ലംഘന പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്ക് വിധേയമായതും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പും ഈ കാലഘട്ടത്തിലുണ്ടായി. കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായിരുന്നു. ഇത്തവണ ജനറൽ വിഭാഗത്തിന് പ്രസിഡന്റ് സ്ഥാനം. പഞ്ചായത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ ഭരണസമിതിക്ക് കഴിഞ്ഞതായി നേതാക്കൾ അവകാശപ്പെടുന്നു. തൃത്താല കുടിവെള്ള പദ്ധതിയിൽ പാവറട്ടി ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തി നടപടികൾ ആരംഭിക്കുവാനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതികൾ തുടങ്ങുവാനും കഴിഞ്ഞു. പാവറട്ടി സെന്റർ നവീകരണത്തിനും തുടക്കം കുറിച്ചതായി UDF നേതാക്കൾ അവകാശപ്പെടുന്നു. ഇതേസമയം ഇടതുമുന്നണിക്ക് ഭരണപരാജയങ്ങളും ഗ്രൂപ്പ് വഴക്ക് മൂലമുള്ള വികസന മുരടിപ്പുമാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. 5 വർഷത്തിനിടെ 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാറിയതും ഇത് സംബന്ധിച്ച തർക്കങ്ങൾ മൂലം മാസങ്ങളോളം ഭരണസ്തംഭനത്തിന് ഇടയാക്കി. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പാവറട്ടിയിൽ വികസനം ഫ്ലക്സിൽ മാത്രമാണെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. തുടർച്ചയായി പാവറട്ടി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ജനങ്ങളെ വഞ്ചിക്കുകയും വികസനം അട്ടിമറിക്കുകയുമായിരുന്നുവെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. ഇതേസമയം ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്. പാവറട്ടി സെന്ററിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നിലവിലുള്ള റോഡുകളെ ഉപയോഗപ്പെടുത്തി ഔട്ടർ റിംഗ് റോഡിന് സാധ്യത കണ്ടെത്തി നടപ്പിലാക്കണം. കായൽ ടൂറിസം നടപ്പിലാക്കുന്നതിന് പദ്ധതി രൂപീകരിക്കണം. പാവറട്ടി വികസന സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. കുടുവക്കടവ് ജലോത്സവം, കടശംകടവ് ജലോത്സവം മാതൃകയിൽ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം. കുടിവെള്ളം, പൊതുശ്മശാനം തുടങ്ങിയ ജനകീയ വിഷയങ്ങളിലെങ്കിലും രാഷ്ട്രീയം കലർത്താതെ ജനനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഭരണസമിതി തയ്യാറാകണം. നിലവിൽ UDF ഭരിക്കുന്ന മുള്ളൂർക്കര പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്.
44.28 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ആകെ ജനസംഖ്യ 21,100 മലയോര മേഖലയായ ഈ പഞ്ചായത്തിൽ പകർച്ചവ്യാധിയും വന്യജീവി ശല്യവും നിരന്തര ഭീഷണിയാണ്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ നിലവിൽ ഭരിക്കുന്നത് UDF ആണ്. കോൺഗ്രസിന് 8 സീറ്റും മുസ്ലിം ലീഗിന് 3 സീറ്റും LDF-ന് 3 സീറ്റുമാണ് കക്ഷിനില. BJP-ക്കും ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ് ഈ പഞ്ചായത്ത്. UDF ഭരണസമിതി 5 വർഷത്തെ ഭരണ നേട്ടങ്ങളാക്കി ഉയർത്തിക്കാണിക്കുന്നത് വെള്ളം, വെളിച്ചം, സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കി, ഹോമിയോ ആശുപത്രി, വൈദ്യുതി ഓഫീസ് എന്നിവയ്ക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു, ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ നവീകരിച്ചു, SC വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിൽ കണ്ടെത്തുന്നതിനും വേണ്ടി ധനസഹായം അനുവദിച്ചു, അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകി, വനിതാ ഓട്ടോറിക്ഷ പദ്ധതി നടപ്പിലാക്കി, പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളുടെ സൌകര്യം മെച്ചപ്പെടുത്തി, അംഗപരിമിതർക്ക് ഉപകരണങ്ങളും മുച്ചക്ര വാഹനങ്ങളും നൽകി എന്നിങ്ങനെയുള്ള നേട്ടങ്ങളുടെ പട്ടികയാണ്. എന്നാൽ പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കരിമ്പനി എന്ന പകർച്ചവ്യാധി പോലും റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തായിട്ടും ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. MLA ഫണ്ട് അനുവദിച്ചിട്ടും മുള്ളൂർക്കര LP സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചില്ല. പട്ടികജാതി വികസന ഫണ്ടുകൾ പാഴാക്കി. ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കിയില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ എന്നിവ അട്ടിമറിച്ചു. സേവാഗ്രാം കേന്ദ്രങ്ങൾ ആരംഭിച്ചില്ല. സ്വയം സംരംഭക പദ്ധതികൾ നടപ്പിലാക്കാതെ കുടുംബശ്രീ പ്രവർത്തനം നാമമാത്രമാക്കി. ഭവന പദ്ധതികൾ നടപ്പിലാക്കിയില്ല. എന്നിങ്ങനെ പോരായ്മകൾ പ്രതിപക്ഷം നിരത്തുന്നു. BJP-യും ശക്തമായ സാന്നിധ്യമായി പഞ്ചായത്തിലുണ്ട്. നിലവിൽ സീറ്റുകളില്ലെങ്കിലും ഇത്തവണ സാന്നിധ്യം അറിയിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആവശ്യങ്ങളായി വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് മുള്ളൂർക്കരയിൽ മേൽപ്പാലം, മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ നവീകരണം, മുള്ളൂർക്കരയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം, വാഴക്കോട് ജംഗ്ഷൻ വിപുലീകരണം, വൃത്തിയുള്ള മീൻ മാർക്കറ്റ്, മൊടവാറ ചെക്ക് ഡാം ചോർച്ച ഒഴിവാക്കണം, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, കണ്ണമ്പാറ അകമല റോഡിൽ വനഭൂമി ലഭ്യമാക്കണം എന്നിവയാണ്. മറ്റു വാർത്തകളിലേക്ക്. പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റ് തൃശൂർ മണ്ണത്തലൈനിൽ അഡ്വക്കേറ്റ് കുന്നമ്പത്ത് ബാലകൃഷ്ണ മേനോൻ നിര്യാതനായി. 92 വയസ്സായിരുന്നു. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി മുൻ പ്രസിഡന്റാണ്. സംസ്കാരം നടത്തി. ബാലകൃഷ്ണ മേനോന്റെ നിര്യാണത്തിൽ പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി യോഗം അനുശോചിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് VM ശശി, സെക്രട്ടറി A രാമചന്ദ്ര പിഷാരോടി തുടങ്ങിയ വാർത്തകളിലേക്ക്. കുടുംബവഴക്കിനെ തുടർന്ന് മേലൂരിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ഞപ്ര തട്ടുപാര സ്വദേശി കടയിലാൻ വീട്ടിൽ 55 വയസ്സുള്ള പാപ്പച്ചനെയാണ് CI ബാബു K തോമസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ വത്സയെയാണ് ശനിയാഴ്ച രാത്രി ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പാപ്പച്ചൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഭർത്താവുമായി പിണക്കത്തിലായ വത്സ മേലൂരിലെ സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു. ഇവർ വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചതിൽ ക്ഷുഭിതനായി മേലൂരിലെ വീട്ടിലെത്തിയ പാപ്പച്ചൻ ഏറെ നേരത്തെ വഴക്കിന് ശേഷമാണ് വത്സയെ കുത്തിയത്. ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ഏർപ്പെടുത്തിയ സമയമാറ്റം ഭക്തർക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ റെയിൽവേ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ അശോക് കുമാറിന് നിവേദനം നൽകി. ഉച്ചയ്ക്ക് 12:55 പുറപ്പെടുന്ന എറണാകുളം പാസഞ്ചർ 1:15 പുലർച്ചെ 3:15 പുറപ്പെടുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് 3:30 സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ, സെക്രട്ടറി രവി ചങ്കത്ത് എന്നിവരാണ് നിവേദനം നൽകിയത്. പാലപ്പള്ളി ചീനിക്കുന്നിൽ വൈദ്യുതാഘാതമേറ്റ് പരിക്കേറ്റ കുരങ്ങനെ വനപാലകർ രക്ഷപ്പെടുത്തി. ഏകദേശം 1.5 വയസ്സുള്ള ആൺകുരങ്ങനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പട്രോളിംഗിനിടെ വനപാലകരാണ് തിങ്കളാഴ്ച വൈകിട്ട് പരിക്കേറ്റ കുരങ്ങനെ കണ്ടെത്തിയത്. ഉടൻ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലെത്തിച്ച് 1 മണിക്കൂറോളം ചികിത്സ നടത്തി. പരിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷം 2 ദിവസത്തിനകം കുരങ്ങനെ കാട്ടിൽ കൊണ്ടുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. ഇനി വാണിജ്യം. ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെ വലിയ കലവറ ഒരുക്കി ഫ്ലോറ ജുവൽസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറെ സവിശേഷതകളുള്ള 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയാണ് ഫ്ലോറ ജുവൽസ് തൃശൂർ പുത്തൻപള്ളിക്ക് മുൻവശം എരിഞ്ഞേരി അങ്ങാടിയിലെ ന്യൂ ചർച്ച് സർക്കിളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പുത്തൻപള്ളി ബസലിക്ക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫ്ലോറ ജുവൽസ് ഉടമ ഏഞ്ചിലോ, പിതാവ് MM ദേവസി, സഹോദരങ്ങളായ ജോസഫ് ആൽബർട്ട്, ആന്റണി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവാഹം തുടങ്ങിയ ആഘോഷങ്ങളിൽ അണിയുന്നതിനായി ജയ്പൂർ, കൊൽക്കത്ത, ബോംബെ, നെല്ലൂർ എന്നിവിടങ്ങളിലെ വിദഗ്ധർ മെനഞ്ഞ സരയു കളക്ഷൻ, സിംഗപ്പൂർ, ഇറ്റലി, ജപ്പാൻ, അമേരിക്കൻ ഡയമണ്ട്സ് ആൻഡ് ഇന്റർനാഷണൽ കളക്ഷൻസ്, ആന്റിക് കുന്തൻ ന്യൂ ജനറേഷൻ കളക്ഷൻസ്, കേരള ആഭരണങ്ങളുടെ ട്രഡീഷണൽ കളക്ഷൻസ്, വിവാഹങ്ങൾക്കുള്ള ബ്രൈഡൽ കളക്ഷൻസ് എന്നിവ ഫ്ലോറ ജുവലേഴ്സിൽ ഒരുക്കിയിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്ക് 9388872053. മൈനാകം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 11ാമത് ശാഖ മൈനാകം ജനറൽ ഫിനാൻസ് പടിഞ്ഞാറേക്കോട്ട കാൽവരി റോഡിൽ റീജൻസി സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി TR വിജയകുമാർ മൈനാകം ജനറൽ ഫാൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൈനാകം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ TK സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് ഫോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് AL ടോണി, മൈനാകം ജനറൽ ഫിനാൻസ് പാർട്ണർ TK ദയാനന്ദൻ, മൈനാകം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ TV മാധവൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണ പണയ വായ്പ, ബിസിനസ് വായ്പകൾ, വാഹന വായ്പ, വസ്തുവായ്പ എന്നിവ ഉത്തരവാദിത്വത്തോടെ മൈനാകം ജനറൽ ഫിനാൻസ് ജനങ്ങളിലെത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മൈനാകം ജനറൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാൽവരി റോഡ്, പടിഞ്ഞാറേക്കോട്ട, തൃശൂർ. ഫോൺ 048723833020. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളായ രണ്ടുപേരെ DCC നേതൃത്വം സസ്പെൻഡ് ചെയ്തു. കിരൺ സി ലാസർ, പ്രൊഫസർ അന്നം ജോൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 30ഓളം വിമതർക്കെതിരെ നടപടിയുണ്ടായേക്കും. RSSുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ അടവ് നയം പയറ്റാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. SNDP BJP സഖ്യത്തിന് പുറകിൽ വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക താൽപര്യവും സ്ഥാനമോഹവുമാണെന്നും പിണറായി. ഉല്ലൂക്കര സ്വദേശി സജി കൊല്ലപ്പെട്ടത് തലക്കേറ്റ വെട്ടുകൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന മണ്ണുത്തി സ്വദേശി ദിലീപിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതകളെയും ഭീഷണികളെയും പ്രതിരോധിക്കാൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ KS ഭഗവാൻ. എഴുത്തുകാർ അവാർഡുകൾ വേണ്ടെന്ന് വെച്ചത് അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നും ഡോക്ടർ ഭഗവാൻ. പീഡനക്കേസിൽ ഒളിവിലായിരുന്ന 1ാം പ്രതിയെ കുന്നംകുളം പോലീസ് പിടികൂടി. അണ്ടത്തോട് സ്വദേശി ബാബുവാണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്ക ജ്വല്ലറി.